മൂകാംബികയമ്മയെ കാണാനുള്ള യാത്ര ഒടുവിൽ ഞങ്ങളെ എത്തിച്ചത് കാഞ്ഞങ്ങാട്ട് ഐഷാൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഹലോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മൂകാംബികയമ്മയെ കാണാനുള്ള യാത്രയെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് യാത്ര തിരിച്ച് ഞങ്ങൾ ഏകദേശം 5 മണിയോട് കൂടി തന്നെ കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ധീരമോക്ക് നല്ല പനിയും വിറയലും ഒട്ടും താമസിക്കാതെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് മോളെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ടെമ്പറേച്ചർ ഒന്നും കുറയുന്നതുമില്ല, അതുപോലെ തന്നെ മോക്ക് നല്ല വയറുവേദനയും ലൂസ് മോഷനും. ഡോക്ടർ പറഞ്ഞ് എന്തോ വൈറൽ ഫീവർ ട്രാവലിൽ വന്നതാണെന്നാണ്. അങ്ങനെ 3 ദിവസത്തോളം നമ്മൾ കുഞ്ഞ് അവിടെ അഡ്മിറ്റ് ആയിരുന്നേ. അങ്ങനെ 4-ാം ദിവസം മോളെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് മടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. അതായത് സുബിനണ്ണനും അതേപോലെ തന്നെ പനിയും വിറയലും തുടങ്ങി. അങ്ങനെ ആളെയും പെട്ടെന്ന് കാഷ്വാലിറ്റിയിൽ കൊണ്ടെത്തിക്കുകയും അതിനുശേഷം അതേ റൂമിൽ തന്നെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ 5 ദിവസത്തോളം ഞങ്ങൾ ആ കാഞ്ഞങ്ങാട് ഐഷാൽ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. കാരണം യാത്ര പാതി വഴിയിലായല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ എന്താ പറയുക, എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേവിയെ കാണാതെ തിരിച്ച് നാട്ടിലോട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പഴയ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, മൂകാംബിക അമ്മയെ കാണാൻ അമ്മയുടെ വിളി വേണം, അമ്മ ആഗ്രഹിച്ചാൽ മാത്രമേ എത്താൻ കഴിയൂ എന്നുള്ളത്. ഓരോ ദിവസവും അമ്മയുടെ സന്നിധിയിൽ എത്താനുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു മനസ്സിൽ. വേറൊരു അനുഗ്രഹം കൂടി അവിടെ ഉണ്ടായിരുന്നേ. അതായത് നമ്മൾ എത്തിപ്പെട്ട ജില്ല കാസർഗോഡാണ്. ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ജില്ലയാണ് കാസർഗോഡ്, കൊല്ലം ജില്ല പോലെ തന്നെ. കാരണം അവിടെ ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കളും മെൻറ്ററും എല്ലാം ഉണ്ട്. അവരെല്ലാവരും തന്നെ ഞങ്ങളെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വേണുവേട്ടൻ, സുധി, ജയേട്ടൻ, വിനീതേട്ടൻ, ശുഭചേച്ചി, അങ്ങനെ ഇനിയും പേര് പറയാത്ത ഒരുപാട് ആൾക്കാർ. ഒരുപാട് സന്തോഷം തോന്നി. കാരണം അവരുടെ എല്ലാവരുടെയും സ്നേഹം ഒന്നും കൂടി ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതിൽ. അങ്ങനെ 5 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം 6-ാം ദിവസം ഞങ്ങൾ മൂകാംബിക അമ്മയെ കാണാനായിട്ട് യാത്ര തിരിച്ചു. ഏകദേശം ഒരു 12 മണിയോട് കൂടി ഞങ്ങൾ മൂകാംബിക അമ്മയുടെ തൊട്ടടുത്തുള്ള ജ്യോതിസ് റെസിഡൻസിയിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.